മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികൾ രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പ്രതികൾ 2 മാസത്തിനിടയിൽ നിരവധി തവണ രാസലഹരി ഉപയോഗിച്ചിട്ടുള്ളതായാണ് പോലീസിന് ലഭിച്ച വിവരം. ഇവരുടെ രക്തസാമ്പിളുകളിൽ രാസലഹരി സാന്നിധ്യം കണ്ടെത്താനായി പരിശോധനയും നടത്തുന്നുണ്ട്. കൂടാതെ ഡോക്ടർ ശ്രീകുട്ടിയുടെ MBBS ബിരുദം അംഗീകാരം ഉള്ളതാണോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി സേലത്തെ വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്നും ആരോഗ്യ വകുപ്പിൽ നിന്നും വിവരങ്ങൾ തേടുകയും ഇവർക്കെതിരായ കേസ് സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് ആരോഗ്യ വകുപ്പിന് കൈമാറുകയും ചെയ്യും. നിലവിൽ പ്രതികളായ അജ്മലും ശ്രീകുട്ടിയും 14 ദിവസത്തെ റിമാൻഡിലാണുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വാഹനം ഓടിച്ച് മുൻപോട്ട് പോകാൻ ഡോക്ടർ ശ്രീകുട്ടി അജ്മലിന് നിർദ്ദേശം നൽകിയതായാണ്. എന്നാൽ സ്കൂട്ടർ യാത്രക്കാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടി തീർത്തും നിരപരാധിയാണെന്ന് അമ്മ സുരഭി പറയുന്നു. കേസിലെ 1-ാം പ്രതിയായ അജ്മൽ തന്റെ മകളെ കുടുക്കിയതാണെന്നും ഇതിനെല്ലാം പിന്നിൽ അവരുടെ മുൻ ഭർത്താവ് അടക്കമുള്ള ആളുകളാണെന്നും അവർ പറയുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല അമ്മ എന്നാണ് എൻ്റെ കൊച്ച് വിളിച്ചു പറഞ്ഞത്. മാധ്യമങ്ങളിൽ അങ്ങനെയൊക്കെ വരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുമോ എന്നാണ് അവൾ ചോദിച്ചതെന്നും സുരഭി ഇപ്പോൾ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ഹോഴ്സ് റൈഡിംഗ് പരിശീലകനാണെന്നും സീരിയലിലെ ഡ്യൂപ്പ് ആർട്ടിസ്റ്റ് ആണെന്നും പറഞ്ഞാണ് മകളുടെ ആദ്യ ഭർത്താവ് അവളെ പരിചയപ്പെട്ടത്. അജ്മലും സീരിയൽ നടനാണെന്നും ഡാൻസുകാരനാണെന്നും പറഞ്ഞ് പരിചയപ്പെട്ടെന്നാണ് ഞാൻ വാർത്തകളിൽ നിന്നും അറിഞ്ഞത്. എന്നാൽ അജ്മലിനെ കുറിച്ച് മകൾ നേരിട്ട് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ആശുപത്രിയിൽ ഏത് രോഗി വന്നാലും അവരുടെ അടുത്ത് നിന്ന് മാറാതെ ശുശ്രൂഷ നൽകുന്നയാളാണ് ശ്രീകുട്ടി. അവർക്ക് എല്ലാം അവൾ ചെയ്തു കൊടുക്കും. അവിടെ പറ്റിയില്ലെങ്കിൽ ആംബുലൻസിൽ ഒപ്പം കയറി അവരുടെ കൂടെ അടുത്ത ആശുപത്രിയിലേക്ക് പോകും. കൊല്ലത്ത് അവൾ വാടക വീട്ടിൽ താമസിക്കുകയാണെന്നും അവിടെ മദ്യപാനമാണെന്നും പറയുന്നത് വെറുതെയാണ്. മകൾക്ക് ആശുപത്രി അധികൃതർ തന്നെ നല്ല ഒരു മുറി കൊടുത്തിട്ടുണ്ട്. മാസം തോറും ഞാൻ അവിടെ പോകാറുമുണ്ട്. 5 പവന്റെ ബ്രേസ്ലെറ്റും 5 പവന്റെ കൊലുസും 3.5 പവന്റെ മാലയും കമ്മലും 2 മോതിരവും അവൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. അവൾക്ക് 2 വാഹനങ്ങളുണ്ടായിരുന്നു. അജ്മൽ മകളുടെ ഈ 2 ബൈക്കും എടുത്തുകൊണ്ടുപോയി. അജ്മലിനെ ഞാൻ കണ്ടിട്ടില്ല എന്നും സംഭവത്തിൽ മകളുടെ മുൻ ഭർത്താവിനെ ചോദ്യം ചെയ്യണം എന്നും കൂടി സുരഭി പറയുന്നുണ്ട്. മകൾക്ക് അജ്മൽ മദ്യം കൊടുത്തതാകും. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആരും മദ്യപിക്കാറില്ല. ഞാൻ മന്ത്രവാദിയാണെന്നാണ് പലരും പ്രചരിപ്പിക്കുന്നത്. അതും സത്യമല്ലെന്നും സുരഭി പറയുന്നു. ഇനി ശ്രീകുട്ടിയുടെ അമ്മ സുരഭി പറയുന്നത് ശരിയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണവും 2 വണ്ടികളും അജ്മലിന് എന്തിനാവും ശ്രീകുട്ടി കൊടുത്തത്? മദ്യപിക്കാനും കമ്പനി കൂടാനും സുഹൃത്തുക്കളെ കിട്ടാൻ ഒരു MBBS ഡോക്ടറിന് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? ഒരു കൊടും ക്രിമിനലായ അജ്മലിന് മാത്രമാണോ ഇവർക്ക് സുഹൃത്തായി കിട്ടിയത്? രണ്ടുപേരെയും കുറിച്ച് കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ നടന്നു കഴിഞ്ഞാൽ പല തെളിയാത്ത ക്രിമിനൽ കുറ്റകൃത്യങ്ങളും വെളിയിൽ വരാൻ സാധ്യതയുണ്ട്.